ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1192 ആണ്ട് ധനുമാസം 19-ാം തീയതി, അതായത് 2017 ജനുവരി മാസം 3-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം 26 നാഴിക ചതയവും ബാക്കി പൂരുട്ടാതിയുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ബഹുമാനപ്പെട്ട ശർമാജി സർ അറിയുവാൻ, എറണാകുളത്ത് നിന്നും സുചിത്ര എഴുതുന്നു. എൻ്റെ മകൻ 2014 ഫെബ്രുവരി മുതൽ ദുബായിൽ ജോലി ചെയ്യുന്നു. 2016 SBTയിൽ നിന്നും ലോൺ എടുത്ത് വീട് നിർമ്മിച്ചു. ഈ വർഷം ഓണത്തിന് പാലുകാച്ചൽ ചടങ്ങ് കഴിഞ്ഞു. ഞങ്ങൾ താമസിച്ചു. മകന് വിവാഹയോഗം തുടങ്ങിയപ്പോഴാണ് മകൻ വീട് നിർമ്മിച്ചത്. വിവാഹം ഉടനെ നടക്കുമോ? സാമ്പത്തികമുള്ള നല്ല കുടുംബത്തിൽ നിന്ന് ബന്ധം ലഭിക്കുമോ? മകൻ്റെ ഗ്രഹനില നോക്കി ശുദ്ധമാണോ ദോഷമാണോ എന്നറിയണം. ഏതെല്ലാം നാളുകൾ ചേരുമെന്നറിയണം. ദുബായിൽ പട്ടാളക്കാരുടെ കോച്ചായിട്ടാണ് മകൻ ജോലി ചെയ്യുന്നത്. മകൻ്റെ എല്ലാ കാര്യങ്ങളും പറയണം. ഗ്രഹനില ഇതോടൊപ്പം ചേർക്കുന്നു. ശനിദശ മകന് ഗുണം ചെയ്യുമോ എന്ന് അമ്മ സുചിത്ര, എറണാകുളം. മീന ലഗ്നമാണ് മകന്. ലഗ്നത്തിൽ 12-ാം ഭാവത്തിൽ സർപ്പവും 2-ാം ഭാവത്തിൽ ചൊവ്വയും 4-ാം ഭാവത്തിൽ ഗുളികനും നിൽക്കുമ്പോൾ വിവാഹത്തിന് തടസ്സം, കാലതാമസം എന്നിവ സൂചിപ്പിക്കുന്നു. എന്നാൽ ഗ്രഹനിർമ്മിതിക്കോ വസ്തു വാങ്ങുന്നതിനോ വീടിനോ അധികം ദോഷം പറയുന്നില്ല. വീട് നിർമ്മിക്കാം, എന്നാൽ വീടിൻ്റെ അധികാരിയാകുവാനോ വീട്ടിൽ ഭംഗന്തരേണ താമസിക്കുവാനോ ഉള്ള യോഗത്തെ കുറയും എന്നാണ്. ലഗ്നത്തിൻ്റെ 4-ാം ഭാവത്തിൽ ഗുളികൻ എന്ന വിഷഗ്രഹം നിന്നാൽ ആ വീടിന് വിൽക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ആ വീട് ഉപയോഗശൂന്യമാകുകയോ വീട് ഭരിക്കാൻ ജീവിക്കാൻ അർഹതയില്ലാതെ വരികയോ ഭാഗ്യം കെടുത്തുകയോ ചെയ്യും എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് അതിൽ നിന്ന് കൂടുതലും മനസ്സിലാക്കേണ്ടത്. എന്നാൽ വിവാഹാദി മംഗളകർമ്മസിദ്ധി ഉടനെ നടക്കാനുള്ള സാധ്യതകൾ കുറവാണ്. 2018 ഏപ്രിൽ മാസം മുതൽ 19 ഏപ്രിൽ മാസത്തിന് ഉള്ളിൽ വിവാഹം നടക്കാനുള്ള സാധ്യതയുമുണ്ട്. വിവാഹബന്ധം നല്ല കുടുംബത്തിൽ നിന്ന് നടക്കാനുള്ള സാധ്യത. സാമ്പത്തികമുള്ള കുടുംബത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചാൽ സാമ്പത്തികമുള്ള കുടുംബത്തിൽ നിന്നാണ് വിവാഹം നടക്കുന്നത്, യാതൊരു സംശയവുമില്ല. പക്ഷേ ആ സാമ്പത്തികം മകന് അനുഭവയോഗ്യം അല്ല എന്നാണ് കാണുന്നത്. എന്താണ് സാമ്പത്തികമുള്ള കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ യോഗമുണ്ടെന്ന് പറയുകയും അത് അനുഭവയോഗ്യമല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, വിവാഹ ദാമ്പത്യകാരകൻ ശുക്രൻ്റെ കൂടെ ശനി നിൽക്കുകയും ഗുളിക ദൃഷ്ടി ചെലുത്തുകയും 12-ലും 2-ലുമായി പാപഗ്രഹങ്ങളും നിന്നാൽ സാമ്പത്തിക അഭിവൃദ്ധിയുള്ള കുടുംബത്തിൽ നിന്ന് ഉള്ള വിവാഹബന്ധം ലഭിക്കും എന്നേ അർത്ഥമുള്ളൂ. ആ സ്വത്തുക്കൾ അനുഭവിക്കാനുള്ള യോഗം ഇല്ല എന്നും അർത്ഥമുണ്ട്. ശനിദശാകാലം മകന് സാമ്പത്തികപരമായി പേഴ്സണലായിട്ട് ഗുണം ചെയ്യും. ശനിദശ പൊതുവേ ശുഭഗ്രഹങ്ങളുടെ കൂടെ നിൽക്കുന്നതാകയാൽ ഭാസുര നിലയങ്ങൾ വെച്ചിടും, വാങ്ങിച്ചിടും, ഭൂസ്വത്ത് ഗ്രഹിച്ചിടും, ശത്രുക്കളെ ജയിച്ചിടും, സത്യദാനമാതി സൽക്കർമ്മങ്ങൾ നടത്തിടും, 6 ആണ്ട് രാജ്യതുല്യമായി വാണിടും. അതായത് ഇത് കൂടാതെ ഇപ്പോൾ വച്ചിരിക്കുന്ന പെര കൂടാതെ വേറൊരു പെര വെക്കാനുള്ള ഭാര്യാഗ്രഹത്തിലോ ഭാര്യാഗ്രഹ സമീപത്തോ അല്ലെങ്കിൽ അവരുടെ ചിറകിനടിയിൽ അല്ലെ അവരുടെ തണലിന് അടിയിൽ, അവരുടെ തണലിൽ, അവരുടെ പ്രവിശ്യയിൽ പണിയുവാനോ അത് അധീനതയിൽ വരുവാനോ അവിടെ താമസിക്കുവാനോ ഉൾക്കൊള്ളുവാനോ അതിൻ്റെ ഭാഗ്യം നുകരുവാനോ ഒക്കെ ഉള്ള യോഗങ്ങളെ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഭാര്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് പെരവെക്കുകയോ അവർ പണിത് കൊടുക്കുകയോ അത് വാഴാനുള്ള യോഗമാണ്. സ്വന്തമായി പണിതതിനേക്കാൾ യോഗം കൂടുതൽ എന്നർത്ഥം. അപ്പം എന്തായിരുന്നാലും വസ്തു, വീട്, വാഹനം, മറ്റ് ഭൗതിക നേട്ടങ്ങൾ എല്ലാം ശനിദശയിൽ ഉണ്ടാവും. പക്ഷേ വിവാഹ ദാമ്പത്യ കളത്രകാരകനായ ശുക്രൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ സൽഫലങ്ങൾ ഒരു 99% അനുഭവയോഗ്യമാവുന്നത് ഭാര്യയ്ക്കോ ഭാര്യ വഴി കുടുംബത്തിനോ ഭാര്യയോ ഭാര്യ നിർദ്ദേശിക്കുന്നവർക്കോ അല്ലെങ്കിൽ തത്തുല്യമായ ആളുകൾക്കായിരിക്കും അതിൻ്റെ അധികാരം കൈയാളാനുള്ള ഭാഗ്യം കൂടുതലും.
ഗ്രഹനിലയിൽ ഉള്ള ഗ്രഹനിലപ്രകാരമുള്ള നക്ഷത്രങ്ങൾ തങ്ങൾ ചേർക്കുക. 27 നക്ഷത്രത്തിൽ 9 നക്ഷത്രങ്ങൾ ആർക്കും ഉത്തമമായിട്ട് ചേരും, 9 നക്ഷത്രങ്ങൾ മധ്യമമായിട്ട് ചേരും, 9 നക്ഷത്രങ്ങൾ വർജ്യങ്ങളാണ്. ജനിച്ച നക്ഷത്രത്തിൻ്റെ 3-7 നക്ഷത്രങ്ങൾ വർജ്യങ്ങളാണ്. അഷ്ടമരാശിക്കൂർ വർജ്യങ്ങളാണ്. ഇങ്ങനെ നോക്കിയാൽ 9 നക്ഷത്രങ്ങൾ ശരാശരി ചേരും. അത് എത്രയൊക്കെ നമ്മൾ നേരത്തെ കണക്കുകൂട്ടിയിരുന്നാലും ഗ്രഹനിലയുമായിട്ട് യോജിച്ച് നിൽക്കുന്ന ഒരു നക്ഷത്രങ്ങളെ എടുക്കുക എന്നുള്ളതാണ് നല്ലത്. നേരത്തെ ഒരു നക്ഷത്രങ്ങൾ എടുത്താൽ ഇതിൻ പ്രകാരമുള്ള 4ാമത്തെ ഗുളികനും വിവാഹകാരകൻ ശുക്രൻ്റെ കൂടെ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ തത്തുല്യമായ ഒരു പാപഗ്രഹമുള്ള സ്ത്രീ ജാതകം ചേർക്കുന്നതാണ് നല്ലത്. നാൾപ്പൊരുത്തം മാത്രം നോക്കി നടത്തുന്നത് മണ്ടത്തരമായി തീരും. ഗ്രഹനില പൊരുത്തം പ്രധാനമായി നോക്കിയിട്ട് 2ാമത് നാൾപ്പൊരുത്തം, നവാംശക പൊരുത്തം ഇത്യാദികളും സന്ധിദോഷം, രജുവേദ ദിന ഇത്യാദി പൊരുത്തങ്ങളുമൊക്കെ നല്ലവണ്ണം നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ വലിയൊരു ഭാര്യാഗ്രഹത്തിൽ നിന്നുള്ള ധനം ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷകൾ വേണ്ട. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിൽ 99% അവർ തന്നെ കൈയാളുന്നതോ അവരുടെ അധികാരപരിധിയിൽ നിൽക്കുന്നതോ ആയ ബന്ധത്തിൽ ചെന്ന് തലയിടേണ്ടതായിട്ട് വരും. ബന്ധമൊക്കെ നല്ലത് തന്നെ, പക്ഷേ നമുക്കത് കൈയാളാൻ ബുദ്ധിമുട്ടായിട്ട് വരും. മകന് അല്ലെങ്കിൽ അവരുടെ തലമുറയ്ക്ക് അത് ഉപയുക്തമാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇതുമായിട്ട് ദോഷങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ദോഷപരിഹാരങ്ങളും ഇതിനകത്ത് നിർദ്ദേശിക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ല വിവാഹബന്ധം വരുവാനായിട്ട് ഭാഗ്യസൂക്തം മുതലായതോ അല്ലെങ്കിൽ സ്വയംവര പൂജ മുതലായ കർമ്മങ്ങൾ, സ്വയംവര പുഷ്പാർച്ചനകൾ ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക. 2018 മാർച്ച് ഏപ്രിൽ മുതൽ 17 മാർച്ച് ഏപ്രിൽ മുതൽ 18 മാർച്ച് ഏപ്രിലിനകത്തായിട്ട് സാമാന്യം നല്ല കുടുംബത്തിൽ നിന്ന് ഉള്ള വിവാഹബന്ധം നടക്കും. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടുമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം